ശ്രീ രാജു എബ്രഹാം നമുക്കൊപ്പം ചേരുകയാണ്. പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ രാജു എബ്രഹാം, താങ്കളുടെ വാക്കുകളാണ് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സർക്കാർ സ്പോൺസേഡ് വെള്ളപ്പൊക്കം എന്ന് താങ്കൾ പറയുന്നു. വളരെ ഗൗരവമുള്ള ആരോപണമാണ്. എന്താണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം? പ്രധാനപ്പെട്ട കാരണം, യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇവിടെ അണക്കെട്ടുകൾ തുറന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അണക്കെട്ടുകൾ തുറക്കുന്നതിന്റെ പ്രോട്ടോകോൾ, ആ പ്രോട്ടോകോൾ പ്രകാരം അണക്കെട്ട് തുറക്കുമ്പോൾ ബന്ധപ്പെട്ട പഞ്ചായത്തുകളെ അറിയിക്കണം, ജനപ്രതിനിധികളെ അറിയിക്കണം. അർദ്ധരാത്രിയാണെങ്കിൽ, പകലാണെങ്കിലും അർദ്ധരാത്രിയാണെങ്കിലും ഒരു മൈക്ക് അനൗൺസ്മെന്റ് എല്ലാ തവണയും നടത്തുന്നതാണ്. അത്തരം ഒരു അനൗൺസ്മെന്റ് നടത്തി നാട്ടുകാരെ അറിയിച്ചിട്ടില്ല. നാട്ടുകാരെ അറിയിച്ചിരുന്നെങ്കിൽ ആയിരക്കണക്കിന് വീടുകളിൽ അവർ അതിന്റെ മുൻകരുതൽ എടുത്തേനെ, അവർ മാറി നിന്നേനെ. ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ അവർക്ക് മാറ്റാൻ കഴിയുമായിരുന്നു. ഒഴുകിപ്പോന്ന ഉപകരണങ്ങൾ അത് തൽക്കാലം ആ വീടുകളിൽ കെട്ടിയെങ്കിലും ഇടാൻ പറ്റുമായിരുന്നു. പല വീടുകളിലെ ഉപകരണങ്ങൾ ഒഴുകിപ്പോയി. അതിന്റെ ഫലമായിട്ട് വെള്ളം നമുക്ക് തടയാൻ കഴിയത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. തീവ്ര മഴയെ നമുക്ക് തടയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ പ്രധാനമായത് ഏകോപനമാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വാർ റൂം തുറന്നുകൊണ്ട് മുമ്പ് സർക്കാരുകൾ ചെയ്തതുപോലെ അവിടം കേന്ദ്രീകരിച്ച് ബന്ധപ്പെട്ട ഏകോപനം നടത്തുക എന്ന് പറഞ്ഞാൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുക. ആ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുന്നറിയിപ്പ് നൽകേണ്ടത് മുന്നറിയിപ്പ് നൽകുക. എന്തുകൊണ്ട് റെഡ് അലേർട്ട് നൽകിയില്ല? റെഡ് അലേർട്ട് നൽകേണ്ടതല്ലേ? റെഡ് അലേർട്ട് നൽകാനുള്ള മഴ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. തീവ്ര മഴയാണ് പെയ്യുന്നത്. അങ്ങനെ ഒരു തീവ്ര മഴ പെയ്യും എന്നുള്ള വിവരം ആരെങ്കിലും അറിയിച്ചോ? ഇവിടെ ഒറ്റപ്പെട്ട ശക്തമായ മഴ വരുന്ന 3 മണിക്കൂർ, ഇതാണ് ഒടുവിൽ വന്ന അറിയിപ്പ്. ആ അറിയിപ്പ് എത്ര പേർക്ക് കിട്ടി? ഒരു സാധാരണഗതിയിൽ ഒരു മെസ്സേജ്. അങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ ഗവൺമെന്റ് അല്ലേ ഇടപെടേണ്ടത്? തീവ്രമഴ പെയ്യും എന്ന് ഉറപ്പായിരുന്നെങ്കിൽ ആ വെള്ളിയാഴ്ച രാത്രിയിൽ മുന്നറിയിപ്പ് നമ്മൾ ടെലിവിഷൻ വഴി അറിയിക്കാം, അല്ലാതെ തന്നെ പ്രാദേശികമായിട്ട് അറിയിക്കാം, ജനപ്രതിനിധികളെ അറിയിക്കാം. ഇത്രയും സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളിൽ പ്രധാനപ്പെട്ടത് റെഡ് അലേർട്ട് നൽകുക എന്നുള്ളതാണ്. അങ്ങനെ റെഡ് അലേർട്ട് നൽകിയില്ല. നാട് മുഴുവൻ മുങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴാണ് റെഡ് അലേർട്ട് നൽകിയത്. നാട് മുഴുവൻ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി. പ്രവർത്തകർ പുലർച്ചെ 4 മുതൽ രക്ഷാപ്രവർത്തനത്തിൽ നാട്ടുപ്രദേശങ്ങളിൽ, നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ് മുൻപിൽ നിന്ന്. അത് നമ്മൾ കേരളത്തിൽ എപ്പോഴും കാണുന്നതാണല്ലോ. നമ്മളൊരു ദുരന്ത സമയത്ത് ഒരുമിച്ച് ഇറങ്ങി ആ ദുരന്തത്തിൽ നിന്ന് നമ്മൾ രക്ഷ നേടുക, അല്ലെങ്കിൽ സഹജീവികൾക്ക് സഹായമാവുക, അത് നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അത് കേരളത്തിന്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ എല്ലാ നാട്ടിലുമൊക്കെ അങ്ങനെയുണ്ട്. ഇതിപ്പോൾ വലിയ ഗൗരവമുള്ള ആരോപണമാണ് താങ്കൾ ഉന്നയിച്ചിരിക്കുന്നത്. വലിയ പരാജയം ഏകോപനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്നതാണ് താങ്കൾ പറയുന്നത്? വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്ന നടപടി ഉണ്ടായിരുന്നെങ്കിൽ NDRFന്റെ സംഘത്തെ നേരത്തെ അവിടെ ക്യാമ്പ് ചെയ്യിപ്പിക്കണ്ടേ? മറ്റു സ്ഥലങ്ങളിൽ എല്ലാം സജ്ജമായ, ഏത് സ്ഥലത്താണോ കലാമിറ്റി വരുന്നത്, ഇടുക്കിയിലാണോ, പത്തനംതിട്ടയാണോ, കോട്ടയത്താണോ, കാസർഗോഡാണോ, ആ സ്ഥലങ്ങളിലേക്ക്, അവിടെ ഏത് സ്ഥലങ്ങളിലേക്കും പോകാൻ സജ്ജമായിട്ടുള്ള ഫയർഫോഴ്സിന്റെ സംവിധാനങ്ങൾ അവിടെ ഒരുക്കണ്ടേ? ആ പ്രദേശങ്ങളിൽ പിന്നീട് അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണ്ടേ? ക്യാമ്പുകൾ നേരത്തെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ ക്യാമ്പുകളിൽ എല്ലാവരും പോവില്ല. ആ ക്യാമ്പുകളിൽ പോകാത്ത ആളുകൾക്ക് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകൾക്കുണ്ട്. ആ വീടുകളിൽ സന്നദ്ധ സംഘടന വളരെ കൃത്യമായിട്ട് തന്നെ ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്, അവരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായ ഏകോപനം, സ്റ്റേറ്റിൽ ഒരു വാർ റൂം തുറന്ന് അത്തരം ഒരു ഏകോപനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടാകില്ലായിരുന്നു. ഇവിടെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വന്നു പത്തനംതിട്ടയിൽ. ആ മന്ത്രി വന്ന് ഉദ്യോഗസ്ഥ യോഗം നടത്തി. അദ്ദേഹം പോയി അവിടെ ക്യാമ്പ് ചെയ്ത് ഈ 2018 പ്രളയത്തിന്റെ 4/1 നാശനഷ്ടം അല്ലെങ്കിൽ പ്രളയ ദുരന്തങ്ങൾ അല്ലെങ്കിൽ വെള്ളം ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും ഒറ്റ ദിവസം മഴ പെയ്തപ്പോൾ നമ്മുടെ നാട് ഈ നിലയിലായി. ഞങ്ങൾ ഇന്നലെ ഇത് ചർച്ച ചെയ്യാതിരുന്നത്
ഞങ്ങളൊരു വാർത്താക്കുറിപ്പോ മീഡിയയോട് പറയാതിരുന്നത് ഇന്നലെ എല്ലാവരും രക്ഷാപ്രവർത്തനങ്ങളിലായിരുന്നു. അതുകൊണ്ട് അതിനിടയിൽ ഇത്തരം ഒരു തീർച്ചയായും ആ സമയത്ത് വിവാദങ്ങൾ ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ശ്രീ രാജു എബ്രഹാം, നോക്കൂ, ഇവിടെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ട് പത്തനംതിട്ടയിൽ പലയിടത്തും എന്ന് കേൾക്കുന്നു. ആവശ്യത്തിനുള്ള സംവിധാനങ്ങളില്ല, ഭക്ഷണം വൈകി എന്നൊക്കെ പറഞ്ഞുള്ള പരാതികളുണ്ട്. അതിന്റെ വസ്തുത എന്താണ്? ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം നൽകുന്നുണ്ട്, സർക്കാർ സംവിധാനം വഴി ആ ഭക്ഷണം നൽകുന്നുണ്ട്. എന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോകാത്ത അനേകം ആളുകളുണ്ട്. അവരുടെ വീട് വിട്ട് പോകാൻ അവർക്ക് മടിയാണ്. അത്തരം വീടുകളിൽ ഭക്ഷണ പൊതികൾ എത്തിച്ചു കൊടുക്കണം. അത്തരം ഭക്ഷണ പൊതികൾ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം കാര്യക്ഷമമായി ഉണ്ടായിട്ടില്ല. എന്തിന്? ദുരിതാശ്വാസ ക്യാമ്പിൽ പോലും കുടിവെള്ളം കൃത്യമായിട്ട് നമുക്കിപ്പം തന്നെ കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ചില ക്യാമ്പുകൾ, ആ ക്യാമ്പുകളിൽ സൗകര്യങ്ങൾ വളരെ കുറവാണ്. നേരത്തെ തന്നെ ക്യാമ്പുകൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സൗകര്യങ്ങളുള്ള സ്ഥലത്ത് അവിടെ പല ആളുകളാണ് അവിടെ വരുന്നത്, എണ്ണം വളരെ കൂടുതലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവണം. അടിസ്ഥാന സൗകര്യങ്ങൾ മുൻകൂട്ടി ഉണ്ടാക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ്. അതിനിയും വൈകിപ്പോയിട്ടില്ല. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നെങ്കിലും ആ സൗകര്യങ്ങൾ ഉണ്ടാക്കണം. മാത്രവുമല്ല, നേരത്തെ 2018-ലും 2019-ലും നമ്മുടെ കേരളത്തിൽ നടന്ന കുറെ മാതൃകാപരമായ നടപടികളുണ്ട്. അതിൽ ഒന്ന്, വെള്ളം കയറിയ എല്ലാ വീടുകൾക്കും 10,000 രൂപ വെച്ച് അന്ന് സർക്കാർ കൊടുത്തു. ഒന്നും നോക്കിയില്ല. നാശനഷ്ടം വന്ന വീടുകൾക്ക് അവർക്ക് 2 ലക്ഷം 3 ലക്ഷം രൂപ വരെയാണ് നാശനഷ്ടം ചെറിയ രൂപത്തിൽ വന്ന വീടുകൾക്ക് നൽകിയത്. പൂർണ്ണമായി പോയ വീടുകളെല്ലാം തന്നെ പുനരുദ്ധരിച്ചു. അതിനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ കടകൾ, ഞാനത് പറയാൻ വിട്ടുപോയി. കാരണം ഓണത്തിന് സ്റ്റോക്ക് എടുത്ത കടകളാണ് ഭൂരിപക്ഷം കടകളും. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. നഷ്ടപരിഹാരം എന്ന് പറയുന്നത് അത് നൽകുന്നതിന് ഇനിയും സമയമില്ലേ? അത് മുഖ്യമന്ത്രിയൊക്കെ തന്നെ ഇനിയും വരുന്ന ദിവസങ്ങൾ വിശദീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് കുറച്ചുകൂടി സമയമെടുത്ത് ചെയ്യേണ്ടതല്ലേ ശ്രീ രാജു എബ്രഹാം? ഇന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ റാന്നി ടൗണിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്നപ്പോൾ അവിടുത്തെ കടകൾ, ആ കടക്കാര് അവരെ വിളിച്ച് കൊണ്ടുപോയി. ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ 2 or 3 ലോറി സാധനങ്ങളാണ് ഒരു റെഡിമെയ്ഡ് കടയിൽ നിന്ന് മാത്രം കൊണ്ടുപോയത്. ഞങ്ങൾ പോരുമ്പോൾ പകുതിയിൽ കൂടുതൽ സാധനങ്ങൾ അവിടെ ഡംപ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു കടയിൽ തന്നെ ഏതാണ്ട് ഒരു 10 ലോഡ് സാധനങ്ങൾ ഉണ്ട്. 500-ലധികം കടകളിലാണ് ഈ നഷ്ടം ഉണ്ടായത്. 500-ലധികം കടകൾ. എത്ര ലോഡ് സാധനങ്ങൾ അവിടെ ഉണ്ടാവും? ഇത് ആരാണ് കൊണ്ടുപോകേണ്ടത്? ഇത് നേരത്തെ ക്ലീൻ കേരള കമ്പനിയാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾക്കറിയാം, 2018-ൽ റാന്നി ടൗണിൽ തന്നെ 400 ലോഡ് സാധനങ്ങൾ, വലിയ ലോഡ് സാധനങ്ങളാണ് ക്ലീൻ കേരള കമ്പനി ശേഖരിച്ച് കൊണ്ടുപോയത്. പക്ഷെ ഇപ്പോ കടക്കാരുടെ ഉത്തരവാദിത്തത്തിൽ അത് നടത്തണം. ആ നിലപാട് ശരിയാണോ? ആ നിലപാട് ശരിയല്ല. അവിടെ ക്ലീൻ കേരള കമ്പനിയെ വിന്യസിക്കണം. അത് ഇന്ന് ചെയ്യേണ്ട കാര്യമാണ്, ഭാവിയിൽ ചെയ്യേണ്ട കാര്യമല്ല. ഇന്ന് ചെയ്യണം. അവിടെ സന്നദ്ധ പ്രവർത്തകർ, ഡിവൈഎഫ്ഐ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരാണോ? അവർ ചെയ്യും. അത് രണ്ടാമത്തെ വിഷയം. അവരല്ല ഇത് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് ഉടൻ കൊടുക്കേണ്ട സമാശ്വാസം. ശരി, സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. നോക്കൂ, വരും ദിവസങ്ങളിലും മഴയുണ്ടാകും എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ അടിയന്തരമായി എന്തൊക്കെ ഇടപെടൽ വേണം? ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൂടി താങ്കൾ മനസ്സിലാക്കിയ സാഹചര്യത്തിൽ അങ്ങനെ സർക്കാരിനോട് ആവശ്യപ്പെടാൻ എന്താണുള്ളത്? അടിയന്തരമായി എന്താണ് അവിടെ ആ പ്രദേശത്തേക്ക് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ? അടിയന്തരമായി ശ്രദ്ധ പതിയേണ്ട കാര്യം, നമുക്ക് NDRFന്റെ യൂണിറ്റുകൾ, ആ യൂണിറ്റുകളെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വിന്യസിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോ ഇടുക്കി ജില്ലയിൽ പ്രധാനമായിട്ടും വരുന്നത് ഉരുൾപൊട്ടാണ്. അങ്ങനെ ഉരുൾപൊട്ടുന്ന പ്രദേശങ്ങളിൽ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം അവർക്ക് എത്രയും വേഗം ചെയ്യേണ്ടത്? ഉരുൾപൊട്ടലിനെ നമുക്ക് തടയാൻ കഴിയില്ല. പക്ഷേ റെഡ് അലേർട്ട് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ മുൻകൂട്ടി തന്നെ റെഡ് അലേർട്ട് നൽകണം. ആ റെഡ് അലേർട്ട് നൽകിയാൽ നമ്മുടെ നാട്ടുകാർക്ക് നല്ല നിശ്ചയമുണ്ട്. അവർ വലിയ മുൻകരുതലെടുക്കും. അവർ മാറി താമസിക്കും. അങ്ങനെ ഉള്ള പ്രദേശങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത പ്രദേശങ്ങളിൽ, വലിയ മണ്ണിടിച്ചിൽ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ, ആ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി ക്യാമ്പുകളിൽ പാർപ്പിക്കാൻ നമുക്ക് കഴിയണം. അത് ഏത് ജില്ല എന്നൊന്നില്ല. ഇപ്പൊ നമ്മൾ കണ്ടു അടിയന്തരമായുള്ള ഇടപെടി. ഇപ്പൊ മുതലപ്പുഴ
അവിടെ നമ്മുടെ നിരവധി സഹോദരങ്ങളും തീർച്ചയായും അവിടങ്ങളിൽ ഉൾപ്പെടെ ആ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും പത്തനംതിട്ടയിലെ സാഹചര്യമാണല്ലോ താങ്കൾ വിശദീകരിച്ചത്. വളരെ നന്ദി ശ്രീ രാജു എബ്രഹാം ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും ജില്ലയെ സംബന്ധിച്ച് ഇപ്പോഴും ദുരിതപ്പെയ്ത്തിന് ഒരു കുറവ് വന്നിട്ടുണ്ട് എങ്കിൽ പോലും ദുരിതം അകന്നിട്ടില്ല എന്നൊരു സാഹചര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.